ഹലോ ഗായ്സ്, ഒരു സിമ്പിൾ നല്ല ടേസ്റ്റി ആയ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുത്താൽ അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് നന്നായിട്ട് കുറുക്കാൻ വെക്കാം. കുറുകി വരുമ്പോഴത്തേക്ക് അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കാം. അതൊന്നും കൂടെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യണം. 1 ലിറ്റർ പാലിന് 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആട്ടോ ആഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡറിലേക്ക് പച്ചപ്പാൽ ഒഴിച്ചിട്ട് കട്ടല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറുകി വന്ന പാലിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ കുറുകി വരുമ്പോഴത്തേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചതാട്ടോ. മിൽക്ക് മെയ്ഡും നേരത്തെ മിക്സാക്കിയ ആ മിക്സും എല്ലാം ഒന്ന് കുറുകി വരുമ്പോൾ വേഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട, ഒന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ടാട്ടോ. അത് പാനിൽ തന്നെ വെക്കുമ്പോൾ ആ പാനിൻ്റെ ചൂട് കാരണം ഒന്നും കൂടെ കുറുകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് ചൂട് തണയാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ അതിൽ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പം ബനാനയും ആപ്പിളും അനാറും മുന്തിരിയാട്ടോ എടുത്തത്. എന്നിട്ട് ആ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ നമ്മുടെ സാധനം റെഡിയാണ്. ഒരു ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്തിട്ടാണെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പം ബായ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആട്ടോ.